Hello, welcome to RTP discussion on paper 6A financial management for September 2026 exam. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് കയറാം. ആസ് യൂഷ്വൽ ഫസ്റ്റ് നമ്മുടെ MCQ ക്വസ്റ്റ്യൻ ആണ്, കേസ് സ്റ്റഡി ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്കതിലെ ആദ്യത്തെ കേസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓരോ എഞ്ചിനീയറിംഗ് ഈസ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് ഇൻഡസ്ട്രിയൽ മെഷീനറി ആൻഡ് ഹെവി എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ് used in infrastructure, automobile and renewable energy projects. Then over the last few years, company has achieved a stable growth in revenue. കുറച്ച് നമ്മുടെ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയണു, the general manager finance of company, CA Janisha, informed the board of directors that company has been maintaining a balanced capital structure consisting equity, preference and long-term debenture. However, with the proposed expansion plan, company is considering additional debt financing to take advantage of leverage. അപ്പോൾ നമ്മുടെ CFO ഇൻഫോം ചെയ്തത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇപ്പോൾ ഇക്വിറ്റി, പ്രിഫറൻസ് ആൻഡ് ഡെറ്റ് ആണ്. അവർ അഡീഷണൽ ആയിട്ട് ഡെറ്റ് ഫിനാൻസിങ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ എൻ്റെ കോർ. ദെൻ ആസ് ഓൺ 31st March 2026 കമ്പനി ഹാഡ് ദ ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30 crore ആണ്, 11.5% പ്രിഫറൻസ് ഷെയർ 6 crore, 10% ഡിബഞ്ചർ 10 crore, എല്ലാം കൂടെ 46 crore. ഇതാണ് നമ്മളുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ. ഇനി പറയുന്നു, equity shares of company are currently quoted at 300. Company expects to pay a dividend of 15 and a dividend is expected to grow at a constant rate of 5% indefinitely. Applicable tax rate of company 35%. അപ്പോൾ ഇപ്പോഴത്തെ ഡേറ്റ പറയുന്നുണ്ട്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് 300 റുപ്പി, എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് അതായത് D1 15 റുപ്പി, പിന്നെ ഗ്രോത്ത് റേറ്റ് പറയുന്നുണ്ട് 5%, ടാക്സ് റേറ്റ് ഉണ്ട് 35%. ഇനി management is now considering raising additional debt of 5 crore by issuing 12% debenture. നമ്മളൊരു എക്സ്ട്രാ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നുണ്ട് 5 crore rupeesന് by issuing 12% debentures. Finance director expects that proposed increase in financial leverage may improve shareholders' return in the short run. As a result of revised financing plan, expected dividend per share is estimated to increase to 20 per share. While dividend growth rate is expected to remain unchanged at 5%, however, due to increased financial risk arising from higher leverage, market price of company's equity is expected to decline to 250 per share. അപ്പോൾ നമ്മൾ 5 crore rupeesന് അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക? As a result of revised plan, the expected dividend is estimated to be 20 per share. നേരത്തെ 15 ആയിരുന്നു, അതിപ്പോൾ 20 ആവുന്നുണ്ട്. ഗ്രോത്ത് റേറ്റ് സെയിം ആണ്, 5% തന്നെയാണ്. മാർക്കറ്റ് പ്രൈസ് നേരത്തെ 300 ആയിരുന്നു, അതിപ്പോൾ 250 പെർ ഷെയർ ആയിട്ട് കുറയുന്നുണ്ട്. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് റിക്വസ്റ്റഡ് ദ ഫിനാൻസ് ടീം ടു ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് ഓഫ് പ്രൊപ്പോസ്ഡ് ഫിനാൻസിംഗ് ഡിസിഷൻ ഓൺ കമ്പനീസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് അഡ്വൈസ് വെദർ റിവൈസ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ വുഡ് ബി ഫിനാൻഷ്യലി ബെനിഫിഷ്യൽ ഫോർ ദ കമ്പനി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിത് ബെനിഫിഷ്യൽ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അണ്ടർ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്ര ആണെന്നാണ് ചോദ്യം. എന്ത് ചെയ്യാം? D1 ബൈ P0 പ്ലസ് G ചെയ്യാം. D1 തന്നിട്ടുണ്ട് 15 റുപ്പി പെർ ഷെയർ ആണ്, P0 തന്നിട്ടുണ്ട് 300 റുപ്പി പെർ ഷെയർ ആണ്, ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട് 5% ആണ്. അപ്പോൾ 15 ബൈ 300 പ്ലസ് 5%. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസറും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ആദ്യത്തെ കേസിൽ 15 ബൈ 300 പ്ലസ് 5% വരുമ്പോൾ 10% ആണ് KE വരിക. അപ്പോൾ ഫസ്റ്റിൻ്റെ ആൻസർ B ആണ്, 10%. രണ്ടാമത്തെ, വാട്ട് വിൽ ബി ദ എക്സിസ്റ്റിംഗ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് കമ്പനി. അപ്പോൾ ഇപ്പോഴത്തെ KO ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ KO കാണണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ KE മാത്രമേ എടുത്തിട്ടുള്ളൂ. എക്സിസ്റ്റിംഗ് ക്യാപിറ്റലിൻ്റെ എല്ലാ ഐറ്റത്തിൻ്റെയും കോസ്റ്റ് കാണണം. അപ്പോൾ എക്സിസ്റ്റിംഗ് ക്യാപിറ്റലിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? പ്രിഫറൻസ് ഷെയർ ഉണ്ട്, 11.5% പ്രിഫറൻസ് ഷെയർ ഉണ്ട്, 10% ഡിബഞ്ചർ ഉണ്ട്. അതിൽ KE ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത KP ആണ്, അത് 11.5% തന്നെയാണ്, വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഉള്ളതായിട്ട് പറയണില്ല. അപ്പോൾ KP ഈസ് 11.5%. നെക്സ്റ്റ് KD വേണം, അത് 10 ആണ്, പക്ഷേ ടാക്സ് റേറ്റ് 35 ഉണ്ട്. അപ്പോൾ 10 × 1 മൈനസ് ടാക്സ്, 10 × 65%, 6.5% ആണ് KD വരിക. ഇനി ഇപ്പോഴത്തെ ക്യാപിറ്റലിൻ്റെ വെയിറ്റ് എത്രയൊക്കെയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 30 crore ഇക്വിറ്റി, പിന്നെ 6 crore പ്രിഫറൻസ്, 10 crore ഡിബഞ്ചർ. ഇത് വെച്ചിട്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് വർക്കൗട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാം? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴത്തെ ഐറ്റം ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ ആൻഡ് ഡിബഞ്ചർ. ഇനി ഇതിൻ്റെ കോസ്റ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇക്വിറ്റിയുടെ കോസ്റ്റ് 10% ആണ്, പ്രിഫറൻസിൻ്റെ കോസ്റ്റ് 11.5% ആണ്, നമ്മളുടെ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് 6.5 ആണ്. ഇനി അതിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുക. ഇക്വിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 30 crore ആണ്,
പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ 6 crore ആണ്, ഡിബഞ്ചർ 10 crore ആണ്, എല്ലാം കൂടെ 46 crore ആണ് വാല്യൂ. ഇനി അത് ബേസ് ചെയ്ത് വെയിറ്റ് എടുക്കുക. 30/46 നമ്മുടെ വെയിറ്റ് വരുന്നത് 65.22%, 13.04, 21.74. ഇനി കോസ്റ്റ് ഇൻറ്റു വെയിറ്റ് ചെയ്യുക. 10% ഇൻറ്റു 65.22%, 6.52, 1.5, 1.41 എല്ലാം കൂടെ എടുക്കുമ്പോൾ 9.43% എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ KO എന്ന് പറയുന്നത് 9.43%. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. 9.12 ഉണ്ട്, 9.43 ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദിച്ചേക്കുന്നത് വാട്ട് വിൽ ബി ദ റിവൈസ്ഡ് കെ ആഫ്റ്റർ റേസിംഗ് അഡീഷണൽ ഡെറ്റ് എന്നാണ്. അപ്പോൾ ഡെറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ കെയ്ക്ക് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? അവർ പറയുന്നുണ്ട് ഡെറ്റ് റേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിവിഡൻഡ് മാറുന്നുണ്ട്, മാർക്കറ്റ് പ്രൈസ് മാറുന്നുണ്ട്, ഗ്രോത്ത് മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് 20 rupee ആയിട്ട് മാറുന്നുണ്ട്, മാർക്കറ്റ് പ്രൈസ് 250 per share ആയിട്ട് മാറുന്നുണ്ട്, ഗ്രോത്ത് 5% തന്നെയാണ്. അപ്പോൾ D1/P0 + G ചെയ്യാം. 20/250 + 5%. അപ്പോൾ 20/250/5% ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടും. എത്ര വരിക? 20/250 + 5% ചെയ്യുമ്പോൾ 13% എന്ന് KE ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 13%. അടുത്ത 4th ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വിൽ ബി ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ന്യൂലി ഇഷ്യൂഡ് ഡിബഞ്ചർ? പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ മാത്രം കോസ്റ്റ് എത്ര എന്നാണ് ചോദ്യം. അവർ 5 crore ഡെറ്റ് പുതുതായിട്ട് റേസ് ചെയ്യുന്ന 12%. അപ്പോൾ 12 × 65%. അപ്പോൾ 12 × 65% എടുത്താൽ പുതിയ ഡിബഞ്ചറിന്റെ കോസ്റ്റ് കിട്ടും. അതെന്ന് പറയുന്നത് 7.8% ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതിലാണ് വരിക? ഓപ്ഷൻ സി ആണ്, 7.8%. ലാസ്റ്റ് ചോദിച്ചേക്കുന്നത് വാട്ട് വിൽ ബി ദ റിവൈസ്ഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ റിവൈസ്ഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാണാൻ പറയുമ്പോൾ അവിടെ എന്ത് മാറ്റം ഉണ്ടാവുക? നമുക്ക് ഈ ഇപ്പോൾ കണ്ടുപിടിച്ച ഐറ്റത്തിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടി ഇൻക്രീസ് ആവുകയാണ്. എന്താണ്? ന്യൂ ഡെറ്റ് എന്നൊരു ഐറ്റം കൂടെ വരികയാണ്. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഡെറ്റ് എന്ന് കൊടുക്കാം, എക്സിസ്റ്റിംഗ് ഡെറ്റ് എന്ന് കൊടുക്കാം, അതുപോലെ ന്യൂ ഡെറ്റും കൊടുക്കാം. ഇക്വിറ്റിയുടെ കോസ്റ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്, 13% ആയിട്ടുണ്ട്. പ്രിഫറൻസിന് മാറ്റമില്ല, ഡിബഞ്ചറിന് എക്സിസ്റ്റിംഗ് ഡെറ്റിന് മാറ്റമില്ല. ന്യൂ ഡെറ്റിൻ്റെ കോസ്റ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു, അത് 7.8% ആയിരുന്നു അല്ലേ? 12 × 1 - tax. അപ്പോൾ അത് 7.8% ആണ്. ഇനി വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 5 crore ഡെറ്റും കൂടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 51 crore ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 30/51 എന്ന വെയിറ്റ് മാറും. അപ്പോൾ നമ്മുടെ ടോട്ടൽ വെയിറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. ഇനി കോസ്റ്റ് ഇൻറ്റു വെയിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ദെൻ അതിൻ്റെ സമ്മും കൂടെ എടുക്കാം. 11.04% എന്ന് കിട്ടും. നമുക്കിനകത്ത് നോക്കിയാൽ ഓപ്ഷൻ സി നമുക്കുണ്ട്, 11.04%. അപ്പോൾ 11.04% ആയിരിക്കും റിവൈസ്ഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്. കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ളൊരു MCQ ആണ് തന്നിരിക്കുന്നത്. വലിയ കോംപ്ലക്സ് ആയ സംഗതികളൊന്നും തന്നെ ഇല്ല. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്റർ മാത്രം ബേസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു MCQ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. ടോട്ടൽ അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഓഫ് മഞ്ജു are 50 lakh and 10 lakh respectively. Return on capital employed is 15%. Measure of business operating risk is 3.5. PV ratio 70%. Calculate sales. അപ്പോൾ ലെവറേജും റേഷ്യോ അനാലിസിസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് 50 lakh, കറണ്ട് ലൈബിലിറ്റി 10 lakh. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ടോട്ടൽ അസറ്റ് 50 lakh ആണെങ്കിൽ ടോട്ടൽ ലൈബിലിറ്റി എത്ര ആയിരിക്കും? 50 lakh. അതിൽ കറണ്ട് ലൈബിലിറ്റി 10 lakh rupees ആണ്. സോ 50 lakhൽ നിന്ന് ഈ 10 lakh ലൈബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ ലൈബിലിറ്റിയിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടും. ആ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 40 lakh rupees ആണ്. ഓക്കെ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 15% ആണ്. അപ്പോൾ 40 lakhന്റെ 15% അല്ലേ നമ്മുടെ റിട്ടേൺ? എന്താ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്? EBIT/ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. അപ്പോൾ EBIT/ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്ന 15% ആണ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 40 lakh ആണെങ്കിൽ നമ്മുടെ EBIT എത്ര ആയിരിക്കും? 40 lakhന്റെ 15% ആയിരിക്കും. ഇനി മെഷർ ഓഫ് ബിസിനസ് ഓപ്പറേറ്റിംഗ് റിസ്ക് ഈസ് 3.5 എന്നാണ് പറഞ്ഞത്. മെഷർ ഓഫ് ബിസിനസ് ഓപ്പറേറ്റിംഗ് റിസ്ക് ട്രിക്കിയാണ്. എന്താണ് ഓപ്പറേറ്റിംഗ് റിസ്കിന്റെ മെഷർ? ഓപ്പറേറ്റിംഗ് റിസ്കിന്റെ മെഷർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലെവറേജ് 3.5 ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലെവറേജിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചൂടെ? ഇനി PV റേഷ്യോ തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ അറിയാമെങ്കിൽ PV റേഷ്യോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ആലോചിക്കുക, നമുക്ക് തന്നേക്കുന്നത് ടോട്ടൽ അസറ്റ്സ് അത് 50 lakh rupees ആണ്. അതിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി മൈനസ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും, അത് 40 ലാക്ക്. ഇനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 15% ആണ്. അങ്ങനെയാണെങ്കിൽ EBIT എന്ന് പറയുന്നത് 40 ലാക്കിൻ്റെ 15% ആയിരിക്കും, 6 ലാക്ക് റുപ്പി. ഓപ്പറേറ്റിംഗ് ലെവറേജ് തന്നിട്ടുണ്ട്, അത് 3.5 ആണ്. എന്താണ് ഓപ്പറേറ്റിംഗ് ലെവറേജ്? കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ്, അത് 3.5 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതിൽ EBIT നമുക്കറിയാം 6 ലാക്ക് റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 6 ലാക്ക് ഇൻറ്റു 3.5 ആവണ്ടേ, അതായത് 21 ലാക്ക്. നമ്മുടെ കോൺട്രിബ്യൂഷൻ 21 ലാക്ക് ആണ്. സെയിൽസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, കാരണം PV റേഷ്യോ 70% ആണ്. അങ്ങനെയാണെങ്കിൽ 21 ലാക്ക് ബൈ 70% ആയിരിക്കത്തില്ലേ നമ്മളുടെ സെയിൽസ്? 30 ലാക്കാണ് സെയിൽസ് കിട്ടുക. നമ്മുടെ ഓപ്ഷൻ ബി 30 ലാക്ക് റുപ്പീസ് ആണ്. അപ്പോൾ നമുക്ക് 30 ലാക്ക് സെയിൽസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നോക്കുക. MT ലിമിറ്റഡ്സ് ഓപ്പണിംഗ് സ്റ്റോക്ക് വാസ് 3,20,000, ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് 4,80,000, സെയിൽസ് 18 ലാക്ക്, GP 30%, ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ 1,20,000. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണാനാണ് ചോദ്യം. എന്താ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ? ക്രെഡിറ്റ് പർച്ചേസ് ബൈ ക്രെഡിറ്റേഴ്സ് ആണ്, കറക്റ്റ് അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് വേണം. എങ്ങനെ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും? ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ്, GP തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്യാം. സെയിൽസിൽ നിന്ന് GP മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സോ സെയിൽസ് 18 ലാക്ക്, അതിൽ നിന്ന് GP മൈനസ് ചെയ്യാം. GP 30% ഓഫ് സെയിൽസ് ആണ്, അപ്പോൾ അതിൻ്റെ 30% GP മൈനസ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും 12,60,000. ഇനി എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അത് 4,80,000 റുപ്പീസ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 12,60,000 റുപ്പീസ് ആണ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പർച്ചേസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? പർച്ചേസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 12,60,000 പ്ലസ് 4,80,000 മൈനസ് 3,20,000 റുപ്പീസ് ആയിരിക്കും. അതായത് 14,20,000 റുപ്പീസ് ആയിരിക്കും നമ്മളുടെ പർച്ചേസസ്. ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട് 1,20,000 ആണ്, അല്ലെങ്കിൽ പേയബിൾ തന്നിട്ടുണ്ട് 1,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 14,20,000 ബൈ 1,20,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടും 11.83. ഓപ്ഷൻ നമ്പർ 1 ആണ്, ഓപ്ഷൻ എ ആണ് 11.83. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ MCQ കഴിഞ്ഞു. നമുക്ക് നേരെ ഡിസ്ക്രിപ്റ്റീവിലോട്ട് കയറാം. ഓക്കെ, അടുത്ത റേഷ്യോ അനാലിസിസ് എന്നുള്ളൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഫോളോയിങ് ഇൻഫർമേഷൻ ഓഫ് ASD റിലേറ്റ് ടു ദി ഇയർ എൻഡഡ് 31st March 2026. നെറ്റ് പ്രോഫിറ്റ് 8% ഓഫ് സെയിൽസ്, ദെൻ റോ മെറ്റീരിയൽ 20% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വേജസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോക്ക് 6% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, GP 15% ഓഫ് സെയിൽസ്, ഡെറ്റ് കളക്ഷൻ പീരീഡ് തന്നിട്ടുണ്ട്, പിന്നെ കുറേ റേഷ്യോസ് തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ASD ഫോർ ദി ഇയർ എൻഡഡ് 31st March 2026 ഇൻ ദ ഫോളോയിങ് ഫോർമാറ്റ്. അപ്പോൾ ഒരു ഫോർമാറ്റ് അവർ തന്നെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണം ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിനകത്ത് ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ അറിയാം, 1,30,00,000 റുപ്പീസ് ആണ്. ആകെ അതാണ് നമുക്കൊരു ഇൻഫർമേഷൻ, ഒരു വാല്യൂ തന്നിട്ടുള്ളത്. ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ മാത്രമാണ് 1,30,00,000. അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മളുടെ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് ആണ് തന്നേക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. അവിടെ ഫിക്സ്ഡ് അസറ്റ്സ് സെയിൽസ് തന്നിട്ടുണ്ട് 1:3 ആണ്. അപ്പോൾ അതിൽ നിന്ന് സെയിൽസ് കാണാം. സെയിൽസ് GP തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയാൽ അതിൽ നിന്ന് റോ മെറ്റീരിയൽ കൺസംഷനും വേജസും കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് അസറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുന്നത് 1,30,00,000 റുപ്പീസ് ആണ്. ഇനി ഫിക്സ്ഡ് അസറ്റ്സ് ടു സെയിൽസ് റേഷ്യോ തന്നിട്ടുണ്ട്, അത് 1:3 ആണ്. അതായത് ഫിക്സ്ഡ് അസറ്റ്സ് 1 ആണെങ്കിൽ സെയിൽസ് 3 പോർഷൻ. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് ടു സെയിൽസ് 1:3. ഫിക്സ്ഡ് അസറ്റ്സ് 1 ആണെങ്കിൽ സെയിൽസ് 3. അതിൽ ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിൽസ് എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ആയിരിക്കും. അതായത് 1,30,00,000 ഇൻറ്റു 3, 3,90,00,000 റുപ്പീസ് ആണ് സെയിൽസ്. അതിൽ നിന്ന് GP 15% മൈനസ് ചെയ്യാം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും 3,31,50,000. ഇനി നമുക്ക് ബാക്കി ഐറ്റം പറഞ്ഞേക്കുന്നത് റോ മെറ്റീരിയൽ കൺസംഷൻ 20% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്.
റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത് 20% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതുപോലെ വേജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ അത് 33,15,000. ഇനി നമ്മുടെ P&L അക്കൗണ്ട് ഫോർമാറ്റ് നോക്കിയാൽ വക്സ് ഓവർ ഹെഡ് അതിൻ്റെ ബാലൻസ് ഫിഗർ ആണെന്ന് കാണാം. അപ്പോൾ നമുക്ക് സെയിൽസ് അറിയാം, GP അറിയാം, റോ മെറ്റീരിയലും വേജസും അറിയാം. അപ്പോൾ പിന്നെ ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ ഓവർ ഹെഡ് ആയിരിക്കും. ഇനി നെറ്റ് പ്രോഫിറ്റ് അവർ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8% ഓഫ് സെയിൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് 3,90 lakh, അതിൻ്റെ 8% എന്ന് പറയുമ്പോൾ 31,20,000. അപ്പോൾ നമുക്ക് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സെയിൽസ് 3,90 lakh റുപ്പി. ഇവിടെ എക്സ്പെൻസ് സൈഡിലുള്ളത് ഡയറക്റ്റ് മെറ്റീരിയൽ, അതിൻ്റെ കൺസംഷനാണ് തന്നേക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 66,30,000 റുപ്പി. പിന്നെ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 33,15,000 റുപ്പി. ഇനി ഓവർ ഹെഡ്സ് പറയുന്നുണ്ട്, അതെത്രയാണെന്ന് അറിയില്ല. പക്ഷേ GP നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, അത് 58,50,000 റുപ്പീസാണ്. ഇതിൻ്റെ സം എടുക്കുമ്പോൾ എത്ര വരണം? 3,90 lakh റുപ്പീസ് വരണം. അപ്പോൾ 3,90 lakh നിന്ന് ഇപ്പോഴത്തെ സമ്മ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓവർ ഹെഡ്സിൻ്റെ വാല്യൂ കിട്ടും. 3,90 മൈനസ് 58,50,000 മൈനസ് 33,15,000 മൈനസ് 66 lakh. അപ്പോൾ ബാലൻസിങ് ഫിഗർ ആണ് ഓവർ ഹെഡ്സ് ആയിട്ട് വരുന്നത് 2,32,05,000. സം എടുത്താൽ 3,90. നമുക്ക് GP ബ്രോ ഡൗൺ ചെയ്തിടാം, 58,50,000 റുപ്പി. ഇനി NP നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് 31,20,000 റുപ്പീസാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളുടെ എക്സ്പെൻസ് ആണ്. എന്താ ഇവിടെ എക്സ്പെൻസ് ഉള്ളത്? സെല്ലിംഗ് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് ആയിട്ടുള്ളത്. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 58,50,000 31,20,000 പോയിട്ട് ബാക്കി സെല്ലിംഗ് എക്സ്പെൻസ് ആണ് 27,30,000. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കുകയാണെങ്കിൽ P&L അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ സെയിൽസ് 3,90, ദെൻ മെറ്റീരിയൽ കൺസംഷൻ 66,30,000, 33,15,000, പിന്നെ 2,32,05,000. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടുന്നതായിട്ട് കാണാം. ഇനി നമ്മളുടെ ഡെറ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഒക്കെ വാല്യൂ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് കണ്ടുപിടിക്കണം. ബാലൻസ് ഷീറ്റ് ഐറ്റംസിനകത്ത് ഇവിടെ ഫിക്സ്ഡ് അസറ്റ്സ് കറണ്ട് അസറ്റ്സ് 13:11 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് അസറ്റിൻ്റെ ഫിക്സ്ഡ് അസറ്റ് ബൈ കറണ്ട് അസറ്റ് 13/11 ആണ്. ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് കറണ്ട് അസറ്റ് കാണാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്സ് ബൈ കറണ്ട് അസറ്റ് 13/11. അപ്പോൾ അതിൽ നിന്ന് കറണ്ട് അസറ്റ് കിട്ടും 1,10 lakh. അടുത്ത നമുക്ക് കറണ്ട് റേഷ്യോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2:1 ആണ്. കറണ്ട് അസറ്റ് ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലൈബിലിറ്റി 2/1 ആണ്. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി അതിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് 55 lakh എന്ന് വരും. അതായത് കറണ്ട് അസറ്റ് 1,10 lakh ബൈ കറണ്ട് ലൈബിലിറ്റി ഈക്വൽ 2. സോ കറണ്ട് ലൈബിലിറ്റി ഈക്വൽ 55 lakh. ഇനി നമുക്കറിയാൻ പറ്റുന്ന സംഗതി എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് എടുക്കാം. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 6% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എടുക്കാം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 3,31,50,000 6% ആണ്. ദാറ്റ് ഈസ് 19,89,000. ഇനി നമുക്ക് അസറ്റ് വാല്യൂ അറിയാൻ പറ്റുന്നത് ഡെറ്റ് കളക്ഷൻ പീരീഡ് 2 months ആണെന്ന് പറയുന്നുണ്ട്. ഓൾ സെയിൽസ് ആണ് ക്രെഡിറ്റും ആണ്. അപ്പോൾ നമുക്ക് സെയിൽസ് അറിയാമെങ്കിൽ സെയിൽസിൻ്റെ 2% 2 monthസിലേക്കുള്ള സെയിൽസ് എടുത്താൽ പോരെ. അപ്പോൾ നമ്മുടെ സെയിൽസ് 3,90 ആണ്. അതിൽ നിന്ന് ഡെറ്റേഴ്സിൻ്റെ വാല്യൂ എടുക്കാം. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3,90 ഇൻറ്റു 2/12 ആയിരിക്കും. 65 lakh റുപ്പീസ് ആയിരിക്കും. ഓക്കെ ആണോ? ഇനി നമുക്ക് അസറ്റ്സ് അറിയാവുന്നത്, അപ്പോൾ കറണ്ട് അസറ്റായി, കറണ്ട് ലൈബിലിറ്റി ആയി. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റും കിട്ടിക്കഴിഞ്ഞു. അതിനകത്ത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും അറിയാം, ഡെറ്റേഴ്സും അറിയാം. അപ്പോൾ പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ബാലൻസിങ് ഫിഗർ ആയിരിക്കും. ഇനി ടോട്ടൽ ലൈബിലിറ്റി നമുക്കറിയാം. അതിൽ കറണ്ട് ലൈബിലിറ്റി നമുക്കറിയാം. ഇനി ലോങ് ടേം ലോൺ ഉണ്ട്. അപ്പോൾ ലോങ് ടേം ലോൺ കണ്ടുപിടിക്കാനായിട്ട് ലോങ് ടേം ലോൺ ടു കറണ്ട് ലൈബിലിറ്റി 2:1 എന്ന് തന്നിട്ടുണ്ട്. കറണ്ട് ലൈബിലിറ്റി നമ്മൾ കറണ്ട് റേഷ്യോ എന്ന് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ലോങ് ടേം ലോൺ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി ലോങ് ടേം ലോൺ ബൈ കറണ്ട് ലൈബിലിറ്റി 2/1 ആണ്. അപ്പോൾ ലോങ് ടേം ലോൺ എന്ന് പറയുന്നത് 1,10 lakh റുപ്പീസ് എന്ന് കിട്ടും. ഇനി നമുക്കുള്ളത് ക്യാപിറ്റൽ ടു റിസർവ്സ് ആൻഡ് സർപ്ലസ് 1:4 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ടോട്ടൽ ലൈബിലിറ്റി നമുക്കിപ്പോൾ അറിയാം. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ അസറ്റ് പോർഷനും ടോട്ടൽ ലൈബിലിറ്റിയും നമുക്കറിയാം. അതിൽ ലോങ് ടേം ലോണും കറണ്ട് ലൈബിലിറ്റി അറിയാം. അത് മൈനസ് ചെയ്താൽ പിന്നെ വരുന്നത് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ബാലൻസ് അല്ലേ. അപ്പോൾ നോക്കുക,
നമ്മളുടെ ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് കറണ്ട് അസറ്റ്സും കൂടെ എടുത്താൽ ടോട്ടൽ അസറ്റായി 2,40 lakh. അതിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റിയും നമ്മുടെ ലോങ് ടേം ലോണും മൈനസ് ചെയ്യുക. ബാക്കി വരുന്നതാണ് നമ്മുടെ നെറ്റ് വർത്ത് വിച്ച് ഈസ് 75 lakh. ഇനി നമ്മുടെ റേഷ്യോ അവർ പറയുന്നുണ്ട്, നെറ്റ് വർത്തിൻ്റെ റേഷ്യോ എങ്ങനെയാണ് പറഞ്ഞേക്കണേ, ക്യാപിറ്റൽ ടു റിസർവ്സ് ആൻഡ് സർപ്ലസ് 1:4 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എത്ര വരും, 5 ആണെങ്കിൽ 1/5 ആണ് ക്യാപിറ്റൽ, 4/5 ആണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ നെറ്റ് വർത്ത് 75 lakh ആണെങ്കിൽ 75 lakhൻ്റെ 1/5 പോർഷൻ ആയിരിക്കും ക്യാപിറ്റൽ എന്ന് പറയുക, ബാക്കി 4/5 പോർഷൻ എന്ന് പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആക്കാനുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് ഫിൽ ചെയ്യാം. നമ്മുടെ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെവറേജ് ബേസ് ചെയ്തിട്ടാണ്. Anirban Limited is a well-established manufacturing company engaged in production of industrial components for various engineering industries. Management intend to assess company's financial performance and capital structure efficiency using key financial ratios and leverage measures. Following information has been extracted from company's latest financial records. കുറേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നേരെ മാറ്ററിലോട്ട് കയറാം. ക്യാപിറ്റൽ സ്ട്രക്ചർ അറിയാം. ഇക്വിറ്റി 8 lakh, പ്രിഫറൻസ് ഷെയർ 5 lakh, ഡിബഞ്ചർ 7 lakh, ടോട്ടൽ ക്യാപിറ്റൽ 20 lakh. Additional information, company reported a profit after tax of 2,80,000 during the year. PAT തന്നിട്ടുണ്ട് 2,80,000. Tax rate 30%. Total operating expenses including depreciation of 96,800 are equal to 1.5 times of EBIT. നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, അത് 1.5 times of EBIT ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Equity shareholders were paid a dividend at the rate of 15%. Market price of equity is 23. ഇനി ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ലെവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലെവറേജ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലെവറേജ് വേണമെങ്കിൽ എന്ത് വേണം, കോൺട്രിബ്യൂഷൻ ബൈ EBIT വേണം. ഫിനാൻഷ്യൽ ലെവറേജ് വേണമെങ്കിൽ EBIT ബൈ EBT വേണം. നമുക്ക് എന്തറിയാം, PAT അറിയാം. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട് 2,80,000 രൂപ. നമുക്ക് താഴേന്ന് മുകളിലോട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഒന്ന് ഫോർമാറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. സെയിൽസ്, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യണം, കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം, EBIT കിട്ടും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം, അപ്പോൾ EBT കിട്ടും. അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യണം, അപ്പോൾ EAT കിട്ടും. ആ EAT നമുക്കറിയാം 2,80,000. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് 30% ആണ്. അങ്ങനെയാണെങ്കിൽ EBT എന്ന് പറയുന്നത് ഇതേ ഡിവൈഡഡ് ബൈ 70% അല്ലേ, 4 lakh. അതിൻ്റെ 30% ടാക്സ് എടുക്കുമ്പോൾ 1,20,000 മൈനസ് ചെയ്താൽ 2,80,000 PAT കിട്ടും. ഇൻട്രസ്റ്റ് എമൗണ്ട് അവർ തന്നിട്ടുണ്ട് 12% ഡിബഞ്ചർ 7 lakh ആണ്. അപ്പോൾ 7 lakhന് 12% അല്ലേ ഇൻട്രസ്റ്റ് വരിക, 84,000. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നല്ലേ EBIT, 4,84,000. നമ്മളുടെ EBIT കിട്ടി 4,84,000. ഇനി അവർ പറഞ്ഞേക്കുന്നത് ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടെ ചേരുന്നതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ EBIT എന്ന് പറയുന്നത് എന്താ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ സെയിൽസിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ സെയിൽസിൽ നിന്ന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൈനസ് ചെയ്യണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 1.5 ടൈംസ് ഓഫ് EBIT ആണ്. അപ്പോൾ 4,84,000ൻ്റെ 1.5 ടൈംസ്, അതായത് 7,26,000 rupees ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതിനകത്ത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 96,800 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വേരിയബിൾ കോസ്റ്റ് കിട്ടും. കാരണം ഡിപ്രീസിയേഷൻ ഒരു ഫിക്സഡ് നേച്ചറുള്ളതാണ്. വേറെ എന്തെങ്കിലും ഫിക്സഡ് എക്സ്പെൻസ് ഉള്ളതായിട്ട് യാതൊരു ഹിൻറ്റും അവർ തന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ആ വഴിക്കൊക്കെ പോകുമായിരുന്നു, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടൊക്കെ നോക്കായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഹിൻറ്റും ക്വസ്റ്റിനകത്ത് ഇല്ല. അപ്പോൾ പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനകത്തെ 96,800 ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ബാക്കിയുള്ളത് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 96,800 രൂപ. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ സമ്മാണ് 580,800. വേരിയബിൾ കോസ്റ്റ് 6,29,200 രൂപ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 12,10,000 സെയിൽസ് കിട്ടും. അപ്പോൾ ബാക്കിലോട്ട് മൊത്തം സാധനം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചോദിച്ചേക്കുന്ന ഓപ്പറേറ്റിംഗ് ലെവറേജ് കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ് 5,80,800 ബൈ 4,84,000. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് ലെവറേജ് കിട്ടും. അടുത്ത ഫിനാൻഷ്യൽ ലെവറേജ് EBIT ബൈ EBT ആണ് 4,84,000 ഡിവൈഡഡ് ബൈ EBT 4 lakh.
അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ലെവറേജ് കിട്ടുന്നത് 1.21 എന്നാണ്. അടുത്ത ചോദിച്ചിരിക്കുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ആൻഡ് ഇക്വിറ്റി ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് എന്താ? ഏതിൽ നിന്നാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുക? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്നാണ് കൊടുക്കുക. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡിൻ്റെ കവർ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഫിറ്റ് ഉപയോഗിച്ച് എത്ര തവണ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ PAT 2,80,000 ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. എത്ര പ്രിഫറൻസ് ഡിവിഡൻഡ്? 5 lakhന് 10% ആണ്, 50,000 rupees ആണ്. അപ്പോൾ 2,80,000 ബൈ 50,000. നമ്മുടെ കവറേജ് റേഷ്യോ വരുന്നത് 5.6 times ആണ്. ഈ PATയിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യുക. 50,000 rupee പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. ഇതിനെ നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്താൽ EPS കിട്ടും. എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? 80,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ നമുക്ക് EPS കിട്ടും. നമ്മളുടെ EPS എന്ന് പറയുന്നത് 2.88 ആണ്. ഇനി ആക്ച്വൽ ഡിവിഡൻഡ് എത്ര? ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വെയർ പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് 15%. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 8 lakh ആണ്. അപ്പോൾ 8 lakhന്റെ 15% ആണ് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് 1,20,000 rupees ആണ്. അപ്പോൾ നമ്മുടെ DPS എന്ന് പറയുന്നത് എത്രയാണ്? 1,20,000 ബൈ 80,000. നമ്മുടെ ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത് 1.5 rupees ആണ് ഡിവിഡൻഡ് പെർ ഷെയർ. അപ്പോൾ ഇക്വിറ്റി ഡിവിഡൻഡ് കവറേജ് റേഷ്യോ എങ്ങനെ എടുക്കാം? നമ്മൾ ഏതിൽ നിന്നാണ് ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കുക? ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നല്ലേ. അപ്പോൾ ആ ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വെച്ച് നമ്മളുടെ എത്ര തവണ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഡിവിഡൻഡ് കവറേജ് റേഷ്യോ 1.92 times ആണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്നു ഏണിങ്സ് ഈൽഡ് റേഷ്യോ. എന്താണ് ഏണിങ്സ് ഈൽഡ്? ഏണിങ്സ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. ഈൽഡ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് പ്രൈസിൻ്റെ പുറത്താണ്. അപ്പോൾ ഏണിംഗ് പെർ ഷെയറും മാർക്കറ്റ് പ്രൈസുമായിട്ടുള്ള റിലേഷനാണ് നമ്മുടെ അവിടെ ഏണിങ്സ് ഈൽഡ് ആയിട്ട് നോക്കുക. അപ്പോൾ നമ്മളുടെ ഏണിങ്സ് ഈൽഡ് എന്ന് പറയുന്നത് 2.88 rupees ആണ് നമ്മളുടെ ഏണിങ്സ് ഈൽഡ്. അതായത് EPS എന്ന് പറയണേ ഡിവൈഡഡ് ബൈ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 23 rupees ആണ്. അപ്പോൾ 2.88 ബൈ 23 നമുക്ക് പെർസെൻറ്റേജിൽ പറയാം 12.52% ആണ് ഏണിങ്സ് ഈൽഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ലാസ്റ്റ് അവർ ചോദിച്ചേക്കുന്നത് പ്രൈസ് ഏണിംഗ് റേഷ്യോ കൂടെ ചോദിച്ചിട്ടുണ്ട്. MBS ബൈ EPS ആണ്. അപ്പോൾ PE റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. MBS 23 ബൈ EPS 2.88. അപ്പോൾ 23 ബൈ 2.88 എത്ര ടൈംസ് എന്ന് കിട്ടും? 7.99 times ആണ് PE റേഷ്യോ എന്നും പറയും. അപ്പോൾ 8 times എന്ന് റൗണ്ട് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഏരിയ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷനിൽ എന്നുള്ളതാണ്. ഇതൊരു കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം എന്നിട്ട് പറയാം. സ്റ്റോക്സ് ഓഫ് ഫേം A and B are considered to be equally risky. Investors expect the share of firm A, which does not intend to pay any dividend, to be worth 100 1 year from now. അപ്പോൾ അവർ പറയുന്നു ഫേം A ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ചാൻസ് ഇല്ല. 1 year കഴിഞ്ഞാൽ ഫേം എയുടെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 100 rupees ആണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഫേം എയുടെ പ്രൈസ് 100 ആയിരിക്കും. അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടത്തില്ല. സിമിലർലി ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് എ ടോട്ടൽ പേ ഓഫ് 100 ഫ്രം ഷെയർ ഓഫ് ഫേം B ആഫ്റ്റർ 1 year, കംപ്രൈസിങ് 10 rupees ആസ് ഡിവിഡൻഡ് ഇൻകം ആൻഡ് 90 ആസ് എക്സ്പെക്റ്റഡ് ഷെയർ പ്രൈസ്. അപ്പോൾ ഷെയർ ബിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോട്ടൽ പേ ഓഫ് ആഫ്റ്റർ 1 year എന്ന് പറയുന്നത് 100 ആണ്. ആ 100 എങ്ങനെ വന്നേ? അടുത്ത വർഷം 10 rupees ആ കമ്പനി ഡിവിഡൻഡ് പേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 90 rupees ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഏതോ ഒരു വിലയ്ക്ക് ഷെയർ വാങ്ങിച്ചാൽ എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ 10 rupees ഡിവിഡൻഡ് ഇൻകം ആയിട്ടും കിട്ടും. നമ്മുടെ ഷെയർ വിറ്റാൽ 90 rupees കിട്ടും. രണ്ടും കൂടെ ചേർത്ത് 100 rupees കിട്ടും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഡിവിഡൻഡ് ആർ ടാക്സ്ഡ് അറ്റ് 25% വൈൽ ക്യാപിറ്റൽ ഗെയിൻ ആർ ടാക്സ്ഡ് അറ്റ് 12%. അപ്പോൾ ടാക്സ് റേറ്റ് പറയുന്നുണ്ട് ഡിവിഡൻഡിന് നമുക്ക് 25% ടാക്സ് കൊടുക്കണം, ക്യാപിറ്റൽ ഗെയിനിന് 12% ടാക്സും കൊടുക്കണം. Assuming that each stock is expected to provide a post-tax rate of return of 18% and that the radical position holds determine current market price of shares of firm A and B. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഷെയറുകളുടെയും ഇന്നത്തെ വില എത്ര എന്നാണ് ചോദ്യം. ഇവർ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ ഒരു റിട്ടേൺ തരും. എത്ര ആണത്? 18% റിട്ടേൺ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും പോസ്റ്റ് ടാക്സ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ടാക്സ് കഴിഞ്ഞ് ഈ ഷെയറുകൾ 18% റിട്ടേൺ തന്നാൽ ഈ ഷെയറുകളുടെ ഇന്നത്തെ വില എത്ര എന്നാണ് ചോദ്യം. ആദ്യമായിട്ട് ഈ ഷെയറിൻ്റെ റിട്ടേൺ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കുക. അതിന് മുമ്പ് ഇത് ഡിവിഡൻഡ് ഡിസിഷനിലെ ഏത് ടോപ്പിക്കാണ്? ടു ബി ഓണസ്റ്റ് പറയട്ടെ, ഇങ്ങനൊരു ടോപ്പിക് ഇല്ല.
ഇതൊരു സിമ്പിൾ കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സാധാ നോർമൽ കോമൺ സെൻസ് വെച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അതല്ലാതെ ഇത് ഡിവിഡൻഡ് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഡിവിഡൻഡ് ഡിസിഷനകത്ത് ഗോർഡൻ മോഡലോ വോൾട്ടർ മോഡലോ മോഡലോ ആയിട്ടൊന്നും ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു സാധാ കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ചോദ്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒരിക്കലും നമുക്ക് ഇതിനെ ഡിവിഡൻഡ് ഡിസിഷനുമായിട്ട് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു ഷെയറിന്റെ ഇന്നത്തെ വില കറണ്ട് പ്രൈസ് സേ 120 റുപ്പിയാണെന്ന് വിചാരിക്കാം. പ്രൈസ് ആഫ്റ്റർ എ ഇയർ, പ്രൈസ് ആഫ്റ്റർ 1 ഇയർ അത് 150 റുപ്പിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 30 റുപ്പീസ് ആണ്. കറക്റ്റ് അല്ലേ? ഈ ക്യാപിറ്റൽ ഗെയിനിന് നമ്മൾ എത്ര % ടാക്സ് കൊടുക്കണം? നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് 12.5% ആണ്. അതോ 12% ആണ്? സോറി, 12% ആണ്. ക്യാപിറ്റൽ ഗെയിനിന് 12% ടാക്സ് കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 30 രൂപ ക്യാപിറ്റൽ അപ്രീസിയേഷൻ തരുന്ന സ്റ്റോക്കിന് നമ്മൾ 3.6 ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് കൊടുക്കണം. നെറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് എത്ര മാത്രമേ കാണത്തുള്ളൂ? 13 3.6 പോയിട്ട് ബാക്കി 26.4 കാണത്തുള്ളൂ. ഇനി ഇതേ കമ്പനി ഡിവിഡൻഡ് ആയിട്ട് ഒരു 10 രൂപ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഡിവിഡൻഡ് 10, അതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 25% ആണ്. അപ്പോൾ 10ന്റെ 25% ടാക്സ് പോയാൽ നെറ്റ് റിട്ടേൺ അവിടെ കിട്ടുന്നത് എത്ര രൂപയാണ്? 7.5 റുപ്പീസ് ആണ്. മനസ്സിലാവോ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റിട്ടേൺ ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് എത്ര? ടോട്ടൽ റിട്ടേൺ ആഫ്റ്റർ ടാക്സ്, ടോട്ടൽ റിട്ടേൺ ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ 26.4ഉം ഡിവിഡൻഡ് ഒരു 7.5 ആണ്. ഈ റിട്ടേൺ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? റിട്ടേൺ പെർസെൻറ്റേജ് നമ്മുടെ ടോട്ടൽ റിട്ടേൺ എത്രയാണെന്ന് നോക്കുക. 26.4 പ്ലസ് 7.5 അതായത് 33.9 ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് പ്രൈസ് എത്രയാണെന്ന് നോക്കുക. 120 × 100. അപ്പോൾ 33.9 ബൈ 120 × 100 ഇതായിരിക്കും നമ്മളുടെ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, വിച്ച് ഈസ് 28.25%. അപ്പോൾ മനസ്സിലാക്കുക, ഒരു ഷെയറിൽ നിന്നുള്ള റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ ഷെയറിൽ നിന്നുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്ലസ് ഡിവിഡൻഡ് എടുക്കുക ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് പ്രൈസ് × 100. ഇതാണ് നമ്മളുടെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുക. ഇത് ഡിവിഡൻഡ് ഡിസിഷനകത്ത് എവിടെ പഠിച്ചു? എവിടെയും പഠിച്ചിട്ടില്ല. പിന്നെ ഇത് എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം? അറിയില്ല. ഇതൊരു സാധാ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒരു ഷെയറിൽ നിന്ന് എങ്ങനെ റിട്ടേൺ കാണാം എന്നുള്ളത് മാത്രമാണ്. CA ഫൈനലിലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിലൊക്കെ ഇങ്ങനെ ഒരു ടോപ്പിക്കൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഒരു പ്യുവർലി കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു സെനാരിയോ ആണ്. അപ്പോൾ ഒരു ഷെയറിൻ്റെ ക്യാപിറ്റൽ അപ്രിസിയേഷനും ഡിവിഡൻഡും തന്നാൽ അതിൽ നിന്ന് എങ്ങനെയാണ് റിട്ടേൺ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. ക്യാപിറ്റൽ അപ്രിസിയേഷൻ എടുക്കുക, അതിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കുക, ബാക്കിയുള്ള റിട്ടേൺ എടുക്കുക, ഡിവിഡൻഡ് എടുക്കുക, അതിൽ നിന്ന് ടാക്സ് കുറയ്ക്കുക, നെറ്റ് റിട്ടേൺ എടുക്കുക. ഈ രണ്ട് റിട്ടേണും കൂടെ ചേരുന്നതാണ് ടോട്ടൽ റിട്ടേൺ ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് പ്രൈസ് × 100 ചെയ്താൽ ഒരു വർഷത്തെ റിട്ടേൺ കിട്ടും. ഇനി ഫേം എയുടെ കേസിലോട്ട് വരിക. ഫേം എയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഫേം എയുടെ റിട്ടേൺ അവരാദ്യമേ തന്നെ തന്നിട്ടുണ്ട്. അത് 18% ആണ്. ഈ റിട്ടേൺ എന്ന് പറയുന്നത് 18% ആണ്. റിട്ടേൺ എങ്ങനെ എടുക്കുക? ക്യാപിറ്റൽ അപ്രിസിയേഷൻ പ്ലസ് ഡിവിഡൻഡ് ആണ്. ക്യാപിറ്റൽ അപ്രിസിയേഷൻ എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? ക്യാപിറ്റൽ അപ്രിസിയേഷൻ അറിയണമെങ്കിൽ ഇപ്പോഴത്തെ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും അറിയണം. ഓപ്പണിംഗ് പ്രൈസ് എത്രയാണ്? അതാണ് ചോദ്യം. ഓപ്പണിംഗ് പ്രൈസ് എത്ര എന്നാണ് ചോദ്യം. അത് നമുക്ക് X എന്ന് കൊടുക്കാം. ക്ലോസിംഗ് പ്രൈസ് നമുക്കറിയാം, അതവർ പറഞ്ഞിട്ടുണ്ട്. കമ്പനി എയുടെ കേസിൽ ക്ലോസിംഗ് പ്രൈസ് 100 ആണ്, ഡിവിഡൻഡ് ഇല്ല. അപ്പോൾ ഇവർക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷൻ മാത്രമേ ഉള്ളൂ. എത്രയാണ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്? ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് 100 - X ആയിരിക്കും ക്യാപിറ്റൽ അപ്രിസിയേഷൻ. പക്ഷേ ഈ ക്യാപിറ്റൽ അപ്രിസിയേഷന് എത്ര ടാക്സ് കൊടുക്കണം? 12% ടാക്സ് കൊടുക്കണം. അപ്പോൾ ടാക്സ് 12% ഉണ്ട്. അതായത് 12% ഓഫ് 100 - X ആണ് നമ്മളുടെ ടാക്സ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 88% ഓഫ് 100 - X ആയിരിക്കത്തില്ലേ? ആലോചിച്ച് നോക്കുക. കാരണം 100 - X ആണ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ, അതിൻ്റെ 12% ടാക്സ് ആയിട്ട് പോകും. അപ്പോൾ ടാക്സ് പോയാൽ ബാക്കി എത്ര ഉണ്ട്? 88% ഉണ്ട്. അപ്പോൾ 88% ഓഫ് 100 - X അല്ലേ നമ്മുടെ നെറ്റ് റിട്ടേൺ. ഇനി ഈ റിട്ടേണിനെ ഒരു പെർസെൻറ്റേജിലോട്ട് ആക്കുന്നത് എങ്ങനെയാണ്? ഈ റിട്ടേണിനെ ഒരു പെർസെൻറ്റേജിലോട്ട് ആക്കുന്നത് ഇതേ ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് പ്രൈസ് ചെയ്തിട്ടാണ്. അതായത് 88% ഓഫ് 100 - X ഡിവൈഡഡ് ബൈ X, കാരണം ഓപ്പണിംഗ് പ്രൈസ് X ആണ്, × 100 ചെയ്താൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടണം? 18% കിട്ടും. മനസ്സിലാവോ? അങ്ങനെയാണെങ്കിൽ
ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 88% ഓഫ് 100 മൈനസ് എക്സ് ബൈ എക്സ് ഈക്വൽ 18% എന്ന് പറഞ്ഞുള്ള ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 88% ഓഫ് 100 എന്ന് പറയുന്നത് 88 റുപ്പി മൈനസ് 88% ഓഫ് എക്സ് 0.88 എക്സ് ഈക്വൽ 18% ഓഫ് എക്സ് 0.18 എക്സ്. അങ്ങനെയാണെങ്കിൽ 88 മൈനസ് 0.88 എക്സ് ആക്ച്വലി ഇവിടെ ഇൻറ്റു 100 കൂടെ ഉണ്ട്, എന്നാലാണ് 18% കിട്ടുക. അപ്പോൾ ഞാനിവിടെ 18% എന്നുള്ളതിനെ എന്താക്കി എടുത്തു? 0.18 ആയിട്ട് അങ്ങ് എടുത്തു. അപ്പോൾ 0.18 എക്സ് അങ്ങ് എടുത്തു. അങ്ങനെയാണെങ്കിൽ 88 ഈക്വൽ 0.18 എക്സ് പ്ലസ് 0.88 എക്സ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 0.88 പ്ലസ് 0.18. 1.06. അപ്പോൾ 1.06 എക്സ് ഈക്വൽ 88. അപ്പോൾ 88 ബൈ 1.06 ഈക്വൽ 88 ബൈ 1.06 ചെയ്താൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 83.02 എന്ന് കിട്ടും. എന്താണ് എക്സ്? അതാണ് നമ്മളുടെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഓപ്പണിംഗ് പ്രൈസ് 83.02. അപ്പോൾ നമുക്ക് 83.02 എന്നാണ് ഏതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് കിട്ടുക? നമ്മളുടെ കമ്പനി എയുടെ ഓപ്പണിംഗ് പ്രൈസ് കിട്ടുക. ഇനി അതുപോലെ ഫേം ബിയുടെ ഓപ്പണിംഗ് പ്രൈസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നോക്കുക, ഓപ്പണിംഗ് പ്രൈസ് നമ്മൾ നേരത്തെ പോലെ എക്സ് എന്ന് കൊടുത്തു. ക്ലോസിംഗ് പ്രൈസ് അവർ പറയുന്നുണ്ട് 90 റുപ്പീസാണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 90 മൈനസ് എക്സ് ആണ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ. അതിൽ നിന്ന് ടാക്സ് 12% മൈനസ് ചെയ്യാം. 12% ഓഫ് 90 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് എത്ര? 88% ഓഫ് 90 മൈനസ് എക്സ് ആണ് നമ്മുടെ നെറ്റ് റിട്ടേൺ. പക്ഷെ അവിടെ ഡിവിഡൻഡ് ഉണ്ട്. ഡിവിഡൻഡ് 10 രൂപയുണ്ട്. അതിന് ടാക്സ് മൈനസ് ചെയ്യണം. അത് 25% ആണ്. അപ്പോൾ 2.5 റുപ്പി ടാക്സ് മൈനസ് ചെയ്യണം. പോയിട്ട് അവിടെ നെറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് എത്ര കിട്ടുക? അവിടെ നെറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 7.5 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് 88% ഓഫ് 90 മൈനസ് എക്സ് പ്ലസ് ഡിവിഡൻഡ് 7.5 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് പ്രൈസ് എക്സ് ഈക്വൽ 18%. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇനി എങ്ങനെ സോൾവ് ചെയ്യാം? നേരത്തെ സോൾവ് ചെയ്ത പോലെ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. 88% ഓഫ് 90 ഇൻറ്റു 88%. അപ്പോൾ 79.20 മൈനസ് 0.88 എക്സ് പ്ലസ് 7.50 ഈക്വൽ 0.18 എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ 79.20 പ്ലസ് 7.50 86.7 ഈക്വൽ 0.18 പ്ലസ് 0.88 1.06 എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 86.70 ബൈ 1.06 നമുക്ക് 81.79 എന്ന് കിട്ടും. അപ്പോൾ അതാണ് കമ്പനി ബിയുടെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് 81.79. അപ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ പ്യൂർലി ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ അപ്രിസിയേഷൻ പ്ലസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് പ്രൈസ്, ഇതായിരിക്കും ഒരു ഷെയറിൻ്റെ ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. മാനേജ്മെന്റ് ഓഫ് പി ലിമിറ്റഡ് ഈസ് ഇവാലുവേറ്റിംഗ് 2 mutually exclusive investment alternative, Machine 1 and Machine 2. Company has cost of capital of 12% subject to tax rate of 30%. Relevant details തന്നിട്ടുണ്ട്. ഇനിഷ്യൽ കോസ്റ്റ് 10 lakh, രണ്ടാമത്തെ 15 lakh, ലൈഫ് 5 years, 6 years, ആനുവൽ ഇൻകം ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് 3,45,000, 4,55,000. അപ്പോൾ തന്നിരിക്കുന്നത് ഇൻകം ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആണ്. നമുക്ക് നോർമലി എന്താ വേണ്ടേ? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ് വേണ്ടേ. തന്നേക്കുന്നത് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആണ്. ഇനി ഡിപ്രീസിയേഷൻ ഈസ് ടു ബി ചാർജ്ഡ് ഓൺ SLM. കമ്പ്യൂട്ടർ ഫോളോയിങ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഈച്ച് മെഷീൻ. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്, NPV, IRR. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ ബേസിക് ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക. ക്യാഷ് ഫ്ലോ കാണാനായിട്ട് ഇൻകം ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് തന്നിട്ടുണ്ട്.
അപ്പോൾ ഇൻകം അതിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇൻകം തന്നിരിക്കുന്ന 3,45,000 റുപ്പി ആൻഡ് 4,55,000. അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുക. ഡിപ്രിസിയേഷൻ 10 ലാഖിന് 5 ഇയേഴ്സിലേക്ക് 2 ലാഖ് റുപ്പി ഡിപ്രിസിയേഷൻ, മറ്റേത് 15 ലാഖിന് 6 ഇയേഴ്സിലേക്ക് 2,50,000 ഡിപ്രിസിയേഷൻ. PBT കിട്ടും. ഇനി അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യുക. ടാക്സ് 30% ആണ്. സോ 145ൻ്റെ 30% ടാക്സ്. ദെൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എടുക്കുക. ദെൻ അതിൽ ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രിസിയേഷൻ കിട്ടും. അപ്പോൾ 3,01,500 ആൻഡ് 3,93,500. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രിസിയേഷൻ. ഇനി നമുക്ക് ചോദ്യം ഒന്ന് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് ആണ്. എന്ത് ചെയ്യണം? നമ്മുടെ ഇൻഫ്ലോയെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 12% ആണ്. അപ്പോൾ 12% ഡിസ്കൗണ്ട് ചെയ്യുക. ഓരോ വർഷത്തെ ക്യാഷ് ഫ്ലോ എടുക്കുക, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുന്നു, അത് ക്യുമുലേറ്റ് ചെയ്യുന്നു. ക്യുമുലേറ്റ് ചെയ്തിട്ട് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 10 ലാഖ് റുപ്പീസ് കവർ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ചോദിച്ചിരിക്കുന്ന പിന്നെ ഒന്ന് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ്. എന്ത് ചെയ്യുക? ഇൻഫ്ലോയെ 12% പ്രസൻറ്റ് വാല്യൂ എടുക്കുക, ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുക. പിന്നുള്ളത് IRR ആണ്. IRR കാണാനായിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് IRR കാണാം. ഒരു ബേസിക് ക്വസ്റ്റൻ ആണ്, ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കയറാം. നെക്സ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ നിന്നാണ്. എ ഫേം ഹാസ് ടോട്ടൽ സെയിൽസ് ഓഫ് 200 lakh ഓഫ് വിച്ച് 80% ആർ ഓൺ മെയ്ഡ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ 200 lakh 80% ആണ് ക്രെഡിറ്റ് സെയിൽസ്. കമ്പനി ഓഫേഴ്സ് ക്രെഡിറ്റ് ടേംസ് ഓഫ് 2/40 net 120. എന്താണ് ഈ 2/40 net 120? You will get 2% discount if you are making the payment within 40 days. Maximum credit period is 120 days. അപ്പോൾ out of the total credit customers, 50% avail themselves of the cash discount, while other remaining customers settle their accounts after 120 days. അപ്പോൾ നമ്മുടെ മൊത്തം ക്രെഡിറ്റ് കസ്റ്റമേഴ്സിനകത്ത് 50% ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ദിവസത്തിനകത്ത് പേയ്മെൻറ്റ് കൊടുക്കണം? 40 ഡേയ്സിൽ പേയ്മെൻറ്റ് കൊടുക്കണം. ബാക്കി 50% കസ്റ്റമേഴ്സ് 120 ഡേയ്സിലാണ് പേ ചെയ്യുന്നത്. Based on past experience, bad debt losses amount to approximately 1% of credit sale. In addition, firm incur 2,40,000 per annum in administering its credit sales. These costs are avoidable because factory is willing to purchase firm's receivable. അപ്പോൾ ഫാക്ടറിംഗ് എന്നുള്ള ചോദ്യമാണ്. ഫാക്ടറി വിൽ ചാർജ് 2% കമ്മീഷൻ ആൻഡ് പ്രൊവൈഡ് അഡ്വാൻസ് അഗൈൻസ്റ്റ് റിസീവബിൾസ് അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 18% വൈൽ റീറ്റെയിനിങ് 10% ഓഫ് ദ റിസീവബിൾസ് ആസ് റിസർവ്. അപ്പോൾ 10% റിസർവ് ഉണ്ട്, 2% കമ്മീഷൻ ഉണ്ട്. ഡിറ്റർമിൻ ദ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറി. അങ്ങനെയാണെങ്കിൽ ഫാക്ടറിങ്ങിൻ്റെ എഫക്റ്റീവ് കോസ്റ്റ് കാണാനാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? നമുക്ക് ഫാക്ടറിങ്ങിൻ്റെ കോസ്റ്റ് എന്താണ്, ഫാക്ടറിങ്ങിൻ്റെ സേവിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫാക്ടറിങ്ങിന് 2 കോസ്റ്റാണുള്ളത്. ഒന്ന് ഫാക്ടറിങ് കമ്മീഷൻ, 2 ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ്. അപ്പോൾ ഫാക്ടറിങ് കമ്മീഷൻ്റെ കേസ് പറയുന്നത് ഫാക്ടറി വിൽ ചാർജ് 2% കമ്മീഷൻ എന്നാണ്. ഏതിൻ്റെ 2%? ക്രെഡിറ്റ് സെയിൽസിൻ്റെ 2%. ക്രെഡിറ്റ് സെയിൽസ് 200 lakhൻ്റെ 80% ആണ് ആനുവൽ ക്രെഡിറ്റ് സെയിൽസ്. അതിന് 2% കമ്മീഷനാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 200 lakhൻ്റെ 80%, അതിന് 2% കമ്മീഷൻ എന്ന് വെച്ചാൽ 3,20,000 റുപ്പീസ് ആണ് നമ്മളുടെ ഫാക്ടറിങ് കമ്മീഷൻ. രണ്ടാമത് വരുന്നൊരു സംഗതി ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ആണ്. അഡ്വാൻസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അഡ്വാൻസ് എമൗണ്ട് എങ്ങനെ എടുക്കാം? ആനുവൽ ക്രെഡിറ്റ് സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 200 lakhൻ്റെ 80% ആണ്. സോ 200 lakhൻ്റെ 80% 160 lakh ആണ് ക്രെഡിറ്റ് സെയിൽ. അതിൽ നിന്ന് അയാൾ എന്തൊക്കെ മൈനസ് ചെയ്യും? റിസർവ് ഒരു 10% റിസർവ് ഉണ്ട്. അപ്പോൾ 16 lakh റിസർവ് മൈനസ് ചെയ്യും. അതുപോലെ അയാളുടെ കമ്മീഷൻ മൈനസ് ചെയ്യും. കമ്മീഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 3,20,000 റുപ്പീസ് ആണ് നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മീഷന് മൈനസ് ചെയ്തിട്ട് ബാക്കിയല്ലേ നമുക്ക് അഡ്വാൻസ് തരിക. അപ്പോൾ നമ്മളുടെ അഡ്വാൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 160 lakhൽ നിന്ന് നമ്മുടെ റിസർവ് 10%ഉം കമ്മീഷൻ 3.2 മൈനസ് ചെയ്തിട്ട് 140.8 lakh ആണ് നമുക്ക് അഡ്വാൻസ് തരുന്ന എമൗണ്ട്. ഈ 140.8 lakhന് എത്ര % ഇൻട്രസ്റ്റ്? 18% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. എത്ര ദിവസത്തേക്ക്? അപ്പോഴേ നമുക്കറിയണം എത്ര ദിവസമാണ് നമ്മുടെ കളക്ഷൻ പീരീഡ് എന്നുള്ളത്. കാരണം കളക്ഷൻ പീരീഡ് എത്ര എന്നുള്ളത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡ് എത്രയാണ് എന്ന് നോക്കണം.
അതിന് അവർ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 50% ഓഫ് കസ്റ്റമേഴ്സ് അവൈൽ ഓഫ് ദ ക്യാഷ് ഡിസ്കൗണ്ട് വൈൽ ദ റിമൈനിങ് കസ്റ്റമേഴ്സ് സെൽ ദെയർ അക്കൗണ്ട്സ് ഇൻ 120 ഡേയ്സ്. അപ്പോൾ നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡ് എത്രയാണെന്ന് നോർമലി ക്വസ്റ്റ്യനിൽ തന്നെ പറയാറുണ്ട്, പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആലോചിക്കുക, 50% ഓഫ് ദ കസ്റ്റമേഴ്സ് അവൈൽ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ 50% കസ്റ്റമേഴ്സ് 40 ഡേയ്സിലല്ലേ പേയ്മെൻറ്റ് തരുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വർക്കിംഗ് നോട്ടിൽ ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് കളക്ഷൻ പീരീഡ് എങ്ങനെ എടുക്കാം? 50% കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് തരുന്നത് 40 ഡേയ്സിലാണ്, ബാക്കി 50% കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് തരുന്നത് 120 ഡേയ്സിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് അല്ലേ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുക? എത്രയൊക്കെയാണ്? 40-യുടെയും 120-യുടെയും കൂടെ ആവറേജ് 80 ഡേയ്സ് ആണ് നമ്മളുടെ ആവറേജ് പീരീഡ് എന്ന് പറയും. ഓക്കെ ആണോ? അപ്പോൾ ഈ 80 ഡേയ്സിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻറ്റു 80/360. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നെറ്റ് ഇൻട്രസ്റ്റ് കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. 140.80 ലാക്കിന് 18% ഇൻട്രസ്റ്റ് 80 ഡേയ്സിന് 80/360 5,63,200 റുപ്പീസ് വരും. ഇത് രണ്ടുമാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയും. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 8,83,200 റുപ്പീസ് ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫാക്ടറിങ്. ഇനി നമ്മളുടെ സേവിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടറിങ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ സേവ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ സംഗതി ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണ്. അത് എത്ര ഉണ്ട്? അവർ പറയുന്നു 2,40,000 റുപ്പീസ് ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാം എന്ന് പറയുന്നു. 2 ബാഡറ്റ് ആണ്. ബാഡറ്റ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ പറയുന്നു 1% ഓഫ് ദ ക്രെഡിറ്റ് സെയിൽസ് ബാഡറ്റ് ആണെന്നാണ്. 200 lakh ആണ് ആനുവൽ ക്രെഡിറ്റ് സെയിൽ. അതിൻ്റെ 80% മാത്രമേ ക്രെഡിറ്റ് സെയിൽസ് ഉള്ളൂ. അതിന് ബാഡറ്റ് ലോസ് എന്ന് പറയുന്നത് 1% ആണ്. സോ 1% ഓഫ് ദ ക്രെഡിറ്റ് സെയിൽ. 200 lakhൻ്റെ 80%, അതിന് 1%. സോ നമുക്ക് എത്ര രൂപ ബാഡറ്റ് വരും? ഒരു 1,60,000 റുപ്പീസ് ബാഡറ്റ് ആയിട്ടും വരും. ഇത് രണ്ടുമല്ലേ നമ്മുടെ ടോട്ടൽ സേവിങ്സ് എന്ന് പറയുക. അപ്പോൾ ടോട്ടൽ സേവിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4 lakh റുപ്പീസ് ആണ് ടോട്ടൽ സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റിൽ നിന്ന് സേവിങ്സ് മൈനസ് ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് കിട്ടും. എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് കിട്ടും. അത് 8,83,000 മൈനസ് 4 lakh 4,83,200. അവിടെ ഒരു സംശയം വരാവുന്നത് നമ്മളുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ആ ക്യാഷ് ഡിസ്കൗണ്ട് ഒരു സേവിങ്സോ കോസ്റ്റോ ആണോ എന്നുള്ളതാണ്. ഇത് രണ്ടും അല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നിങ്ങൾ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നിങ്ങൾ ഫാക്ടറിങ് കൊടുക്കുന്നത് കൊണ്ട് ഒഴിവാകുകയോ പുതുതായിട്ട് വരികയോ ചെയ്യുന്നില്ല. മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അവിടെ 2% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ നിങ്ങൾ 40 ഡേയ്സിനകത്ത് പേയ്മെൻറ്റ് തരികയാണെങ്കിൽ നിങ്ങൾക്കൊരു 2% ഡിസ്കൗണ്ട് ഉണ്ട്. ഫാക്ടറിങ് നടത്തുന്നു എന്നതുകൊണ്ട് ഇനി ഡിസ്കൗണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അടുത്ത ചോദ്യം, ഫാക്ടറി ഡിസ്കൗണ്ട് ബെയർ ചെയ്യുമോ? അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് 50 ദിവസത്തിനകത്ത് പേയ്മെൻറ്റ് തന്നാൽ അല്ലെങ്കിൽ 40 ദിവസത്തിനകത്ത് പേയ്മെൻറ്റ് തന്നാൽ നിങ്ങൾക്ക് 2% ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഫാക്ടർ കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കില്ല. കാരണം അത് ഫാക്ടറിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ കോസ്റ്റാണ്. ഫാക്ടറിങ് നടത്തി എന്നതുകൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് ടേംസ് ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഷ് ഡിസ്കൗണ്ടിന് യാതൊരു ചേഞ്ചും ഇല്ല. അത് പണ്ടും കൊടുക്കണം, ഇപ്പോഴും കൊടുക്കണം. അപ്പോൾ ഫാക്ടറിങ് നടത്തിയത് കൊണ്ട് ആ കോസ്റ്റ് ഒഴിവാകുന്നില്ല. മാത്രമല്ല, ഫാക്ടറിങ് നടത്തിയത് കൊണ്ടല്ല ആ കോസ്റ്റ് വന്നത്. അപ്പോൾ ഫാക്ടറിങ്ങിൻ്റെ അനാലിസിസിനകത്ത് ആ കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4,83,200 റുപ്പീസ് ആയിരിക്കും നമ്മുടെ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ്. അടുത്ത ചോദിച്ചിരിക്കുന്നത്, ഇഫ് ബാങ്ക് ഫിനാൻസ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് അവൈലബിൾ അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 14%, അഡ്വൈസ് വെദർ ഫേം ഷുഡ് അവെയിൽ ഇറ്റ് സെൽഫ് ഓഫ് ദ ഫാക്ടറിങ് സർവീസ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ബാങ്ക് ഫിനാൻസ് 14% അവൈലബിൾ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഫാക്ടറിങ് അവെയിൽ ചെയ്യുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അത് പറയണമെങ്കിൽ എങ്ങനെ പറയണം? നമുക്കിപ്പോൾ ഫാക്ടറിങ് നടത്തിയത് കൊണ്ട് കോസ്റ്റ് ആണുള്ളത്. എത്രയാണ് ഫാക്ടറി നടത്താനുള്ള കോസ്റ്റ്? 4,83,200 റുപ്പീസാണ് നെറ്റ് കോസ്റ്റ്. അപ്പോൾ ഫാക്ടറിങ് നടത്താൻ 4,83,200 ആണ് നിങ്ങൾക്ക് കോസ്റ്റ് ആവുന്നത്. എന്തിനാണ് നിങ്ങൾ ഫാക്ടറിങ് നടത്തുന്നത്? നിങ്ങൾക്ക് ഫണ്ട് അത്യാവശ്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറിങ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് 14% ലോൺ അവൈലബിൾ ആണെങ്കിൽ പിന്നെ ഈ ഫാക്ടറിങ് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്തിനെ കമ്പയർ ചെയ്യണം? ഫാക്ടറിങ്ങിൻ്റെ കോസ്റ്റിനെ ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യണം.
അപ്പോൾ ഫാക്ടറിങ്ങിൻ്റെ കോസ്റ്റ് എങ്ങനെ എടുക്കാം? ഇതിനെ ഒരു പെർസെൻറ്റേജിലോട്ട് മാറ്റണം. എങ്ങനെ കോസ്റ്റിലോട്ട് മാറ്റാം? കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത് 4,83,200 ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്? നമുക്കിവിടെ അറിയാം 140.80 ലാക്ക് ആണ് നമുക്ക് അഡ്വാൻസ് കിട്ടിയത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 140.80 ലാക്ക് ഇൻറ്റു 100 ഇൻറ്റു ഇത് എത്ര ദിവസത്തിനുള്ള അഡ്വാൻസ് ആയിട്ടാണ് ഇത്രയും ഇൻട്രസ്റ്റ് കോസ്റ്റ് നിങ്ങൾ കൊടുത്തേ? 80 ഡേയ്സിലെ അഡ്വാൻസിനല്ലേ? അപ്പോൾ ആനുവൽ കോസ്റ്റ് എത്രയാണ്? ഇൻറ്റു 360/8. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഫാക്ടറിങ് നടത്തിയപ്പോൾ നെറ്റ് 4,83,200 കൊടുത്തു. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ആനുവലി ഒരു 140.8 ലാക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടാൻ നിങ്ങൾ 4,83,000 കോസ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയല്ലേ ഫാക്ടറിങ്ങിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ബാങ്കിൽ നിന്ന് 140.8 ലാക്ക് ലോൺ എടുത്തു. 80 ദിവസത്തിനാണ് ലോൺ എടുത്തത്. ആ 80 ദിവസത്തെ ലോണിനായിട്ട് നിങ്ങൾ 4,83,200 റുപ്പീ ഇൻട്രസ്റ്റ് അടച്ചു. എങ്കിൽ നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആ ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100 ഇൻറ്റു എത്ര ദിവസമാണ്? 80 ആണ് എങ്കിൽ ആനുവൽ എത്ര? കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിനെ ഒരു പെർസെൻറ്റേജിലോട്ട് ആക്കിയാൽ എത്ര കോസ്റ്റ് വരും? 4,83,200 ഡിവൈഡഡ് ബൈ 1,40,80,000 ഇൻറ്റു 100 ഇൻറ്റു 360/8 ചെയ്താൽ നമുക്ക് വരുന്ന കോസ്റ്റ് 15.44% ആണ്. പക്ഷേ ബാങ്ക് ലോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? ബാങ്ക് ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 14% മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതാണ് ബെറ്റർ? ബാങ്ക് ലോൺ എടുക്കുന്നതാണ് ബെറ്റർ. കാരണം ഫാക്ടറിങ് എടുക്കുമ്പോൾ നമുക്ക് 15.44% കോസ്റ്റ് വരുന്നുണ്ട്. എന്നാൽ ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആകെ എത്ര പെർസെൻറ്റേജേ ഉള്ളൂ? 14% ഉള്ളൂ. ദെൻ ഇറ്റ്സ് ഒബ്വിയസ്ലി ബെറ്റർ ടു ടേക്ക് എ ബാങ്ക് ലോൺ ഇൻസ്റ്റെഡ് ഓഫ് ഫാക്ടറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാഷ് മാനേജ്മെൻറ്റിൽ നിന്നാണ്. You have been asked to prepare a cash budget for the next quarter, January through March, for Jahanara Fashions. They have provided you the following information. അപ്പോൾ Jan, Feb and Marchൻ്റെ ക്യാഷ് ബഡ്ജറ്റാണ് ചോദ്യം. സെയിൽസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി 4 lakh in Jan, 4 lakh in Feb and 6 lakh in March. All sales will be in cash. അപ്പോൾ പിന്നെ ഈസിയാണ്, വളരെ ഈസിയാണ്. നമുക്ക് ഓരോ മാസത്തെ സെയിൽസ് അവർ തന്നിട്ടുണ്ട്. 4 lakh, 4 lakh, 6 lakh. ഓൾ സെയിൽസ് ആർ ഓൺ ക്യാഷ് ബേസിസ് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അതാത് മാസത്തിലാണ് അതിൻ്റെ കളക്ഷൻ വരിക. ജാൻ, ഫെബ്, മാർച്ചിലെ സെയിൽസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പണിംഗ് ക്യാഷ് നോക്കണം. ഓപ്പണിംഗ് ക്യാഷ് അവർ അവസാനം പറയേണ്ടത് ക്യാഷ് ബാലൻസ് അറ്റ് പ്രസൻറ്റ് ഈസ് 6,000. ദ ടാർഗറ്റ് ക്യാഷ് ബാലൻസ് ഈസ് 15,000. വാട്ട് വിൽ ബി ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓഫ് ക്യാഷ് ഇൻ റിലേഷൻ ടു ദ ടാർഗറ്റ് ക്യാഷ് ബാലൻസ്? അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ക്യാഷ്, അതായത് ഓപ്പണിംഗ് ക്യാഷ് 6,000 ആണ്. ഓരോ മാസത്തെയും ടാർഗറ്റ് ക്യാഷ് എന്ന് പറയുന്നത് 15,000 ആണ്. എങ്കിൽ എത്ര സർപ്ലസോ ഡെഫിസിറ്റോ വരും എന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഓപ്പണിംഗ് ബാലൻസ്, നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചൊരു പ്രിപ്പറേഷൻ കുറച്ച് നിങ്ങളുടെ RTPയിൽ തന്ന ആൻസർ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആക്കിയാണ് തന്നേക്കുന്നത്. നമുക്ക് ആക്ച്വലി അത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ എടുക്കാം? നമുക്ക് ഓപ്പണിംഗ് ബാലൻസിൽ സ്റ്റാർട്ട് ചെയ്യാം. 3 മാസത്തെ ബഡ്ജറ്റാണ് ചോദിച്ചേക്കണേ. ജാൻ, ഫെബ് ആൻഡ് മാർച്ച്. ജാൻ, ഫെബ് ആൻഡ് മാർച്ച്. ഓപ്പണിംഗ് ബാലൻസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ഇപ്പോൾ 6,000 റുപ്പീസ് ആണ്. ഇനി ആഡ് ഇൻഫ്ലോ. അതിലൊന്ന് ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് അവർ പറയുന്നു ജാനിൽ 4 lakh, ഫെബിൽ 4 lakh ആൻഡ് 6 lakh. ഓക്കെ. ഇനി എസ്റ്റിമേറ്റഡ് പർച്ചേസസ് ആർ 3,80,000 in Jan, 360 in Feb, 450 in March. Payment for purchases will be made after a lag of 1 month. Outstanding on account of purchase in December last are 3,50,000. അപ്പോൾ നമുക്ക് 1 month ലാഗിലാണ് പേയ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് പോകുന്നത് 1 month ലാഗിലായതുകൊണ്ട് ജാനിലെ പർച്ചേസ് നമ്മൾ ഫെബിലായിരിക്കും പേ ചെയ്യുക. അപ്പോൾ ജാനിൽ പേ ചെയ്യുന്ന എന്നത്തെ പർച്ചേസ് ആയിരിക്കും? ഡിസംബറിലെ പർച്ചേസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്ഫ്ലോസും കൂടെ ഇവിടെ തന്നെ കാണിച്ചു പോവാം. അതിലൊന്ന് പേയ്മെൻറ്റ് ടു സപ്ലൈസ്, പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ജാനിൽ കൊടുക്കുന്നത് ഡിസംബറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഡിസംബറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് 3,50,000 റുപ്പീസ് ആണ്. പിന്നെ ജാനിലെ പർച്ചേസ് 3,80,000, അത് ഫെബിൽ പേ ചെയ്യും. അതുപോലെ ഫെബിലെ പർച്ചേസ് 4,50,000, 3,60,000 ഇൻ ഫെബ് ആണ്. അപ്പോൾ അത് നമ്മൾ മാർച്ചിൽ പേ ചെയ്യും പർച്ചേസായി. അടുത്ത റെൻറ്റ് പെർ മന്ത് ഈസ് 10,000. അപ്പോൾ ഇവിടെ രണ്ടാമതൊരു എക്സ്പെൻസ് ഉള്ളത് റെൻ്റ് ആണ്. അത് പെർ മന്ത് 10,000 റുപ്പീസ് ആണ്. ഇനി പറയുന്നു പാർട്ട്നേഴ്സ് പേഴ്സണൽ വിഡ്രോവൽ പെർ മന്ത് ഈസ് 25,000. പിന്നുള്ളത് പേഴ്സണൽ ഡ്രോയിങ്സ് ആണ്.
പേഴ്സണൽ ഡ്രോയിങ്സ് അത് 25,000 rupees ഉണ്ട്. 3 മാസം ഉള്ളതായിട്ട് അസ്യൂം ചെയ്യാം. Then salaries and other expenses payable in cash are expected to be 25,000 in Jan. അപ്പോൾ സാലറി അത് 25,000 in Jan and 20 in Feb, 30 in March. ഇനിയുള്ളത് ദേ പ്ലാൻ ടു ബൈ ഫർണിച്ചർ വർത്ത് 40,000 ഓൺ ക്യാഷ് പേയ്മെന്റ് ഇൻ Jan. ഇനിയുള്ളത് ഫർണിച്ചറാണ്. അത് 40,000 in Jan എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ പേയ്മെന്റ് എടുക്കുക. അപ്പോൾ ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ 4,50,000 rupee, ഇവിടെ 4,35,000, 4,25,000. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് അല്ലെങ്കിൽ നെറ്റ് ബാലൻസ് എത്രയാണെന്ന് നോക്കാം. നെറ്റ് ബാലൻസ് എങ്ങനെ എടുക്കാം? ഓപ്പണിംഗ് ബാലൻസ് 6,000 ഉണ്ട്, പ്ലസ് വേണമെങ്കിൽ ഇവിടെ ഒരു ഇന്നർ കോളം കൊടുക്കാം, സബ് ടോട്ടൽ ഓപ്പണിംഗ് പ്ലസ് ഇൻഫ്ലോ 4,06,000 ആണ് നമ്മളുടെ ഇൻഫ്ലോ. അതിൽ നിന്ന് ഔട്ട്ഫ്ലോ പോകുന്നുണ്ട് ഒരു 4,50,000. നെറ്റ് ബാലൻസ് എന്ന് പറയുന്നത് 4,06,000 മൈനസ് 4,50,000 44,000 rupees ആണ് നമുക്ക് നെറ്റ് ബാലൻസ് വരുന്നത്. നമ്മുടെ ടാർഗറ്റ് ബാലൻസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? ടാർഗറ്റ് ബാലൻസ് എന്ന് പറയുന്നത് 16,000 rupees ആണ്. അപ്പോൾ എത്ര രൂപയുടെ ഡെഫിഷ്യൻസി വരുന്നുണ്ട്? അപ്പോൾ ഒന്ന് ആലോചിക്കുക, നമുക്ക് 16,000 ക്ലോസിംഗ് ബാലൻസ് വേണം. ഇപ്പം -44 നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 60,000 രൂപയുടെ ഡെഫിഷ്യൻസിയാണ് ഫസ്റ്റ് മന്തിൽ വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്ത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആക്കിയൊക്കെ വെച്ചേക്കുന്നത്. ക്ലോസിംഗ് ബാലൻസ് 15,000 വേണമെന്നാണ് പറഞ്ഞത്. സോറി, അപ്പോൾ ടാർഗറ്റ് ബാലൻസ് 16 അല്ല 15,000 ആണ്. അപ്പോൾ നമുക്ക് 59,000 rupeesൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കും വരിക. ഇതാണ് നിങ്ങളുടെ RTPയും ഇവിടെ ഫൈനലി ഡെഫിഷ്യൻസി ആയിട്ട് പറഞ്ഞേക്കുന്നത് 59,000. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് അടുത്ത മാസത്തിൽ 0 ആണ്. കാരണം നമുക്കിവിടെ ക്ലോസിംഗ് ബാലൻസ് എത്ര വന്നേക്കുന്നത്? ഓപ്പണിംഗ് നെറ്റ് -44,000 ആണ്. അപ്പോൾ അടുത്ത മാസത്തിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് -44 ഇടാൻ പറ്റൂ. അപ്പോൾ -44 ഇടുവാണെങ്കിൽ നമ്മുടെ ടോട്ടൽ കളക്ഷൻ 3,56,000 ആയിട്ട് മാറും. പേയ്മെൻറ്റ് 435 ഉണ്ട്. അപ്പോൾ നെറ്റ് ബാലൻസ് 79,000 rupees വരും. ടാർഗറ്റ് ബാലൻസ് 15,000 rupees ആണ്. അപ്പോൾ എത്ര രൂപയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും? 94,000 rupeesൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതാണ് സെക്കൻഡ് മന്തിൽ 94,000ൻ്റെ ഡെഫിഷ്യൻസി കാണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ മാസത്തിൽ ഓപ്പണിംഗ് ബാലൻസ് -79,000 ആണ്. കാരണം അവർ മേക്കപ്പ് ചെയ്യുന്നതായിട്ടൊന്നും പറയുന്നില്ല. ടോട്ടൽ കളക്ഷൻ 521 ആണ്. പേയ്മെൻറ്റ് 425 ഉണ്ട്. പോയിട്ട് നെറ്റ് 96,000 rupees ഉണ്ട്. ടാർഗറ്റ് 15,000 ഉള്ളൂ. അപ്പോൾ എത്ര എക്സസ് ഉണ്ട്? നമുക്ക് എക്സസ് ആയിട്ട് 81,000 rupees എക്സസ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ 81,000 rupee പോസിറ്റീവ് ബാലൻസ് വന്നേക്കുന്നത്. നമ്മൾ തിരിച്ചാണ് കാണിച്ചത്, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാണ് കാണിച്ചത്. അപ്പോൾ ഡെഫിഷ്യൻസി മൈനസ് ആണെന്ന് വെച്ചാൽ അർത്ഥം എന്താ? എക്സസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എക്സസ് ബാലൻസ് 81,000 rupees ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ഒരു മിസ്ലേനിയസ് ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ബേസിക്കലി തിയറി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. പെട്ടെന്നൊന്ന് നോക്കിപ്പോകാം. PQR expanded its business by purchasing new machinery and increasing production. However, due to poor financial planning, company is facing cash shortage, rising expense and difficulty managing its working capital. Management is now considering better budgeting, cost control, cash flow management. In light of above, explain the importance of financial management and how it helps in business achieve growth, profitability and financial stability. Basically, importance of financial management എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അത് കാരണം എങ്ങനെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാം, സ്റ്റെബിലിറ്റി കൂട്ടാം എന്നൊക്കെയുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് പറയാം. സോറി. അടുത്ത ഗ്ലോബൽ ഇൻഫ്രാ ലിമിറ്റഡ് ആൻഡ് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി പ്ലാൻസ് ടു റേസ് ഫണ്ട്സ് ഫ്രം ഇന്റർനാഷണൽ മാർക്കറ്റ് ഫോർ ഇറ്റ്സ് എക്സ്പാൻഷൻ. Finance Director is evaluating various foreign bond option. Explain various foreign bonds for global infra. അപ്പോൾ നമ്മുടെ ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ചാപ്റ്ററിനകത്ത് വരുന്നൊരു ഏരിയ ആണിത്. നമുക്ക് എങ്ങനെ ഫോറിൻ ബോണ്ട് ത്രൂ ഫണ്ട് റേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് വേരിയസ് ഫോറിൻ ബോണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേരിയസ് ഫോറിൻ ബോണ്ട്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അവിടെ ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട് FCCB ഉണ്ട്, പ്ലെയിൻ വാനില ബോണ്ട് ഉണ്ട്, കൺവെർട്ടബിൾ ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട്സ് ഉണ്ട്, ഡ്രോപ്പ് ലോക്ക് ബോണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേരിയസ് ബോണ്ടുകളെ പറ്റി നമ്മുടെ ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത സൺറൈസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ഓപ്പറേറ്റ്സ് എ ചെയിൻ ഓഫ് ഫാർമസി അക്രോസ് ഇന്ത്യ. Company has recently experienced rising raw material cost, fluctuation in exchange rate affecting import medicine. Management is also reviewing its credit policy to improve cash flow and is considering various short-term financing options to meet working capital needs.
In the context of above, discuss the factors that should be considered by Sunrise while planning its working capital requirement. അപ്പോൾ ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതാണ് നമുക്ക് ഏതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫാക്ടേഴ്സ് ലെവൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ നീഡ് ഫോർ ക്യാഷ്, നമ്മുടെ ഇൻവെൻട്രി ലെവൽ, റിസീവബിൾസിൻ്റെ ക്രെഡിറ്റ് പോളിസി എന്താണ്, അതുപോലെ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് പീരീഡ് എങ്ങനെയാവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കെയർഫുൾ ആവേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ RTP ഡിസ്കഷനകത്തുള്ളത്. ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ഐ വിൽ ട്രൈ ടു ആൻസർ ഇറ്റ്. ഓക്കെ, താങ്ക് യു.